ഹായ് മക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? 10ാം ക്ലാസ്സിലെ ഓർഗാനിക് കെമിസ്ട്രിയും ഐസോമർസുമാണ്. അതിലെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? എന്താ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്താണെന്നും അതിൻ്റെ ജനറൽ ഫോമിൽ എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഈ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങാൻ പോവാണ്. എങ്ങനെ? നെയിമിങ്, നാമകരണം. ഓക്കെ അല്ലേ? നമ്മൾ 9ാം ക്ലാസ്സിൽ എന്താണ്? ആൽക്കേൻ്റെ നാമകരണം പഠിച്ചു. ശാഖയില്ലാത്ത ആൽക്കേൻ്റെത്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ശാഖയുള്ള ആൽക്കേൻ്റെ നാമകരണമാണ്. ഓക്കെ അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടുകാരനെ, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുതും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. ഓക്കെ അല്ലേ? പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സ്റ്റാറ്റസ് ആക്കി വെക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ? ഹൈഡ്രോ കാർബണിൻ്റെ നാമകരണം നെയിമിങ്. അല്ലെ, ആൽക്കേൻ്റെ നെയിമിംഗ് ആണ് ആദ്യം പഠിക്കുന്നത്. അത് പഠിക്കണമെങ്കിൽ ആദ്യം ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം. ഇത് 9ാം ക്ലാസ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. നമുക്കൊന്നും കൂടെ പറയാം. ഓക്കെ, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 1 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെത്ത്. ഈ മെത്ത് എത്തക്കയില്ലേ, അതിനെ പറയുന്ന പേരെന്താണ്? വേർ റൂട്ട് എന്ന് പറയും. പദമൂലം എന്ന് പറയും. അപ്പം കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 1 ആണെങ്കിൽ അതിൻ്റെ പദമൂലം മെത്താണ്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 2 ആണെങ്കിൽ പദമൂലം എത്താണ്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 3 ആണെങ്കിൽ പദമൂലം പ്രൊപ്പാണ്. വേർ റൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 പെൻറ്റ്, 6 ഹെക്സ്, 7 സെപ്റ്റ്, 8 ഒക്റ്റ്, 9 നൺ, 10 ഡെക്ക്, C1 മെത്ത്, C2 എത്ത്, C3 പ്രൊപ്പ്, C4 ബ്യൂട്ട്, C5 പെൻറ്റ്, C6 ഹെക്സ്, C7 ഹെപ്റ്റ്, C8 ഒക്റ്റ്, C9 നൺ, C10 ഡെക്ക്. ക്ലിയർ ആണല്ലോ? അതൊന്ന് പഠിച്ചു വെച്ചോണം. ഓക്കെ, എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം 9 പഠിച്ചതാണ് ആൽക്കേൻ്റെ നാമകരണം. അത് ബ്രാഞ്ച് ഇല്ലാത്തത്. നമുക്ക് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങാം? ആൽക്കേൻ്റെ ജനറൽ ഫോമിൽ എന്താണ്? CnH2n+2 ആണ്. 2 കാർബൺ ആറ്റങ്ങൾക്കിടെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്കേനാണ്. എന്താണ്? ആൽക്കേനാണ്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. എക്സാമ്പിൾ നോക്കിയേ. CH3 സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. നോക്കുക, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? നമുക്ക് എണ്ണിക്കോ മക്കളെ. 1 2 3 4. 4 ആണെങ്കിൽ അതിൻ്റെ പദമൂലം എന്ത് വരും? ബ്യൂട്ട് വരും. എന്നിട്ട് ഇത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അവസാനം എയിൻ എന്ന് ചേർക്കുക. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ, എന്ത് വരും? ബ്യൂട്ടേൻ എന്ന് വരൂലേ? ബ്യൂട്ടേൻ. അപ്പം ബ്യൂട്ട് പ്ലസ് എയിൻ ബ്യൂട്ടേൻ, ബ്യൂട്ട് പ്ലസ് എയിൻ ബ്യൂട്ടേൻ എന്ന് വരും. കാരണം 4 കാർബൺ ആറ്റം ബ്യൂട്ടാണ്, പ്ലസ് എയിൻ ബ്യൂട്ടേൻ എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത് ഒന്നുകൂടെ ഞാൻ ചോദിക്കാം. ഇങ്ങോട്ട് CH3 സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. ഓക്കെ അല്ലേ? പറഞ്ഞു എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5. 5 ആണെങ്കിൽ അതെന്താണ്? പെൻറ്റാണ്. അവസാനം എന്ത് ചേർക്കണം? ഏൻ ചേർക്കണം. അപ്പം എന്ത് വരും മക്കളെ? പെൻറ്റേൻ എന്ന് വരും. പെൻറ്റേൻ എന്ന് വരും. ക്ലിയർ ആണോ? പെൻറ്റേൻ എന്ന് വരും. ഇതാണ് മക്കളെ ശാഖയില്ലാത്ത ആൽക്കേനുകളുടെ നാമകരണം. നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കണം. നിങ്ങൾ പറയാം, ഹെക്സൈൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച്. ഹെക്സൈൻ്റെ സ്ട്രക്ചർ എല്ലാവരും ഒന്ന് വരച്ച്. ഹെക്സ് ആകുമ്പോൾ എത്ര കാർബൺ ആറ്റം? 6. 1 2 3 4 5 6 എന്ന് വരും അല്ലേ? ഞാൻ ഒന്നും കൂടെ വരയ്ക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. 1 2 3 4 5 6 എന്ന് വരും. വരത്തില്ലയോ? ഏനായതുകൊണ്ട് സിംഗിൾ ബോണ്ടാണ്. എല്ലായിടത്തും സിംഗിൾ ബോണ്ട് കൊടുക്കാം. സിംഗിൾ ബോണ്ട് അങ്ങ് കൊടുത്തു. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു കാർബണിന് പ്രധാനമായും 4 ബോണ്ടാണ് വേണ്ടത്.
4 ബോണ്ട്. നോക്കുക, ഈ കാർബണിന് എത്ര ബോണ്ടുണ്ട്? 1 ബോണ്ടുണ്ട്. ബാക്കി എത്ര ബോണ്ട് വേണം? 3 ബോണ്ട് വേണം. അവിടെ CH3 അങ്ങ് ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണോ? മൊത്തം 4 ബോണ്ടാണ്. 4 ബോണ്ട് 4 വരയാണ് വേണ്ടത്. 3 1 വര 4 വരും. നോക്കിയേ, ഈ കാർബണായിട്ട് നിങ്ങൾ നോക്കിയേ, 1 2 വരയുണ്ട്. ബാക്കി എത്ര വര ബോണ്ട് വേണം? 2 ബോണ്ട് വേണം. നമുക്ക് എന്ത് ചെയ്യാം? CH2 എന്നിട്ട് കൊടുക്കാം. ഇനി നോക്കിയേ, ഈ കാർബണാറ്റത്തിന് 1 വരയുണ്ട്, 1 വര 2 വര. ഓക്കെ, ബാക്കി 2 എണ്ണം വേണം. 2 എണ്ണത്തിന് 2 H2 ഇട്ട് കൊടുക്കുക അല്ലേ? ഈ കാർബണാറ്റ് നോക്കുക, 1 2 വരെയുണ്ട്, 2 എണ്ണത്തിന് ഒരു H2 ഇട്ട് കൊടുക്കാം. ഈ കാർബണാറ്റം 1 2 ഉണ്ട്, 2 എണ്ണത്തിന് H2 ഇട്ട് കൊടുക്കാം. ഇനി നോക്കുക, ഈ കാർബണാറ്റത്തിന് ഒരൊറ്റ വരയുള്ളൂ, അപ്പോൾ 3 വര വേണം. ആ 3 വരയ്ക്ക് CH3 ഇട്ട് കൊടുക്കുക. പക്കയാണെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഹെക്സേൻ എന്ന് പറയുന്നത്. ഇതാണ് ശാഖയില്ലാത്ത ആൽക്കേനുകളുടെ നാമകരണം. പഠിച്ചല്ലോ, സെറ്റാണല്ലോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാഖയുള്ള ആൽക്കേനുകളുടെ നാമകരണം. ഓക്കെ, ശാഖയുള്ള ആൽക്കേനുകളുടെ നാമകരണം പഠിക്കണമെങ്കിൽ നമുക്കൊരു കാര്യം പഠിക്കണം. എന്താ? ആൽക്കൈൽ റാഡിക്കൽ. അപ്പം ശാഖയില്ലാത്ത ആൽക്കേൻ്റെ നാമകരണം ഒന്നുമില്ല. വേർ റൂട്ട് എത്ര കാർബണാറ്റം ഉണ്ട് അതിന് വേർ റൂട്ട് പ്ലസ് എന്താണ്? ANE എന്ന് ചെയ്താൽ മതി. മനസ്സിലായോ? ഇപ്പം 4 കാർബണാറ്റം ഉണ്ടെങ്കിൽ വേർ റൂട്ട് 4 ബ്യൂട്ടെന്ന് വരും, ബ്യൂട്ടേൻ. 5 കാർബണാറ്റം ഉണ്ടെങ്കിൽ പെൻറ്റേൻ എന്ന് വരും. 10 കാർബണാറ്റം ഉണ്ടെങ്കിൽ ഡെക്കേൻ എന്ന് വരും. നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി ശാഖയുള്ള ആൽക്കേനുകളുടെ നാമകരണം. ശാഖയുള്ള അത് പഠിക്കണമെങ്കിൽ ആദ്യം എന്താണ്? ആൽക്കൈൽ റാഡിക്കൽ പഠിക്കണം. എന്താണ് ആൽക്കൈൽ റാഡിക്കൽ? ആൽക്കൈൽ ഒന്നുമില്ല, ആൽക്കൈൽ കൊണ്ട് ശ്രദ്ധിക്കാം. നമുക്കറിയാം, ഉദാഹരണം നോക്കിയേ, CH4 എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാർബണാറ്റം ഉള്ളെങ്കിൽ ഇതിൻ്റെ പേരെന്താണ്? മീത്തേൻ അല്ലേ? അപ്പോൾ എന്താണ് ആൽക്കൈലെന്ന് വെച്ചാൽ ഒന്നുമില്ല, ആൽക്കേനിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റം പോയാൽ നമുക്ക് കിട്ടുന്നതാണ് ആൽക്കൈൽ എന്ന് പറയും. ഈ ആൽക്കൈലാണ് ബ്രാഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ശാഖയായിട്ട് വരിക. നമുക്കറിയാം, CH4 നിന്നും ഒരു H പോയി CH3 വരും അല്ലേ? അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ആൽക്കൈൽ എന്ന് വെച്ചാൽ മീതേൻ്റെ അകത്തുനിന്ന് ANE പോയിട്ട് അവിടെ YL വരും. എന്താ? മീത്തൈൽ എന്ന് വരും. സെറ്റാണല്ലോ? മീത്തൈൽ എന്ന് വരും. ക്ലിയർ? ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, CH3 ഇതിൻ്റെ പേരെന്താ? 2 കാർബണാറ്റം, അതിൻ്റെ പേരെന്താ? ഈത്തേൻ എന്നല്ലയോ? ഈ ഈത്തേനിൽ നിന്നും ഒരു H പോകുമ്പോൾ എന്താണ്? CH3 സിംഗിൾ ബോണ്ട് CH2 എന്ന് വരും. കണ്ടോ? അപ്പം ഈത്തേനിൽ നിന്നും ഒരു H പോയി കഴിഞ്ഞാൽ ANE മാറിയിട്ട് അവിടെ YL വരും. ഈത്തൈൽ എന്ന് വരും. എന്താണ്? ഈത്തൈൽ എന്ന് വരും. മനസ്സിലായോ എല്ലാവർക്കും? ഇനി അടുത്ത പറഞ്ഞ് ഞാൻ ചോദിക്കാം, നിങ്ങൾ പറയണം. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 എന്ന് വരും. ഇതിൻ്റെ പേരെന്താ? പ്രൊപ്പേൻ. എന്താ? പ്രൊപ്പേൻ എന്ന് വരൂലേ? ഓക്കെ, ഇവിടെ നിന്ന് ഒരു H പോവുക. എന്താ? CH3 പറഞ്ഞോ? CH2 കണ്ടോ? പ്രൊപ്പേൻ. AN പോയിട്ട് YL വരും. എന്താ? പ്രൊപ്പൈൽ എന്ന് വരും. മനസ്സിലായോ മക്കളെ? അപ്പോൾ എങ്ങനെ ആൽക്കൈൽ റാഡിക്കലിൻ്റെ പേര് എഴുതുന്നത്? ഒന്നുമില്ല, ആൽക്കേനിൽ നിന്നും കണ്ട ANE പോയിട്ട് അവിടെ എന്ത് വരും? YL വരും. അപ്പം എന്താ? ആൽക്കൈൽ എന്ന് വരും. ഇതാണ് എന്തായിട്ട് വരുന്നത്? ബ്രാഞ്ചായിട്ട് വരുന്നത്. കണ്ടോ? മീത്തൈൽ CH3 മീത്തൈൽ, CH2 CH3 കണ്ട ഈത്തൈൽ, 1 2 3 പ്രൊപ്പൈൽ എന്ന് വരും. മനസ്സിലായോ? അതാണ് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്. ആൽക്കേനിൽ നിന്നും ANE പോയിട്ട് എന്ത് വരും? YL വരും. ക്ലിയർ ആണ്, സെറ്റാണ്. ഇനി നമുക്ക് ശാഖയുള്ള
ശാഖയുള്ള ആൽക്കേൻ്റെ നാമകരണം നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം ശാഖയുള്ളത്. ഉദാഹരണം നോക്കാം. CH3 CH3 ഓക്കെ, ഇത് ബ്രാഞ്ചസ് ഉള്ള ഒരു ആൽക്കേനാണ്. ആദ്യം നിങ്ങൾ നോക്കേണ്ട, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണേ, ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ ഏറ്റവും വലിയ ചെയിൻ നോക്കുക. ഏറ്റവും വലിയ ചെയിൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെ എണ്ണാം. നോക്കിയേ, ഇങ്ങനെ എണ്ണാം. 1 2 3. അപ്പോൾ ഇതാണ് ഏറ്റവും, ഇത് കണ്ട, ഇങ്ങനെ എണ്ണാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എണ്ണാം. ഏറ്റവും വലിയ ചെയിൻ ആയിരിക്കണം. 1 2 3 ഇങ്ങനെ എണ്ണാം. കണ്ട, 1 2 3 ഇങ്ങനെ എണ്ണാം. കണ്ടോ? നോക്കി, 1 2 3 ഇങ്ങനെ എണ്ണുമ്പോൾ ഇതാണ് ബ്രാഞ്ച്. കണ്ടോ? ഇങ്ങനെ എണ്ണുമ്പോൾ ഇതാണ് ബ്രാഞ്ച്. കണ്ടോ? ഇങ്ങനെ എണ്ണിയാൽ ഇവനാണ് ബ്രാഞ്ച്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എണ്ണാം. ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് ശ്രദ്ധിക്കാം, ഇതാണ് ഏറ്റവും വലിയ ചെയിനായിട്ട് എടുക്കുന്നത്. നിങ്ങൾ പറ, 1 2 3 കാർബൺ ആറ്റം ഉണ്ട്. 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരെന്ത് വരും മക്കളെ? 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരെന്ത് വരും? നമുക്കറിയാം, പ്രൊപ്പെയിൻ എന്ന് വരും. ആൽക്കേൻ ആയതുകൊണ്ട് അവസാനം പ്രൊപ്പെയിൻ എന്ന് വരും. ഇനി പറ നിങ്ങൾ, ഇതാണ് വലിയ ചെയിൻ ആണെങ്കിൽ ഇവനല്ലേ ബ്രാഞ്ച്? ഇവനല്ലേ ശാഖ എന്ന് പറയുന്നത്? ഇനി ശാഖയുടെ സ്ഥാനം നോക്കണം. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എണ്ണുക. ലെഫ്റ്റിൽ നിന്നും ഇടത് നിന്നും വലത് വെച്ച് നിന്നും എണ്ണുക. ഏറ്റവും ചെറിയ പൊസിഷൻ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് എണ്ണാം. 1 2 3 തിരിച്ചെണ്ണാം. 1 2 3. ഏറ്റവും ചെറിയ പൊസിഷൻ ഏതാ? രണ്ടാമത്തെ പൊസിഷൻ. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോഴും റൈറ്റിൽ നിന്ന് എണ്ണുമ്പോഴും ഇടത് നിന്ന് എണ്ണുമ്പോഴും വലത് നിന്ന് എണ്ണുമ്പോഴും ഏറ്റവും ചെറിയ പൊസിഷൻ 2 തന്നെയല്ലേ? അപ്പോൾ ശാഖയുടെ പൊസിഷൻ 2 ആയിട്ട് അങ്ങ് എടുക്കാം. ഇവിടെ ശാഖ CH3 CH3 എന്താ പറയുക? മീത്തൈലാണ്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ പേര് എങ്ങനെ വരും മക്കളെ? ആദ്യം ശാഖയുടെ പൊസിഷൻ പറയുക 2, ശാഖയുടെ പേര് പറയുക മീത്തൈൽ. കണ്ടോ? ഇനി എന്താണ് വലിയ ചെയിൻ? പ്രൊപ്പെയിൻ. ഇത്രയേ ഉള്ളു കാര്യം. കണ്ടോ? ഇത്രയേ ഉള്ളു കാര്യം. എളുപ്പമാണ് മക്കളെ. 2-methyl propane എന്ന് വരും. ഇനി അടുത്ത് നമുക്ക് നോക്കാം. നോക്കിയേ, CH3 CH2 CH3 ഓക്കെ അല്ലേ? ഇവിടെ CH3 കൊടുത്തു. നിങ്ങൾ പറ, ഏറ്റവും വലിയ ചെയിൻ എണ്ണാൻ അറിയണം മക്കളെ. ഓക്കെ അല്ലേ? ഏറ്റവും വലിയ ചെയിൻ പറ. നമുക്ക് നോക്കാം. ഇങ്ങനെ 1 2 3 4 5. നേരെ എണ്ണുമ്പോൾ 5 വരും. ഇങ്ങനെ 1 2 3 4 5 6. ഇങ്ങനെ എണ്ണുമ്പോൾ 6 വരും. പിന്നെ ഇങ്ങനെ എണ്ണാം. 1 2 3 4. അപ്പം നമുക്ക് ഇതല്ലേ ഏറ്റവും വലിയ ചെയിൻ? നോക്കിയേ, നിങ്ങൾ പറ, ഇതല്ലേ ഏറ്റവും വലിയ ചെയിനായിട്ട് വരിക? ഇതല്ലേ ഏറ്റവും വലിയ ചെയിനായിട്ട് വരിക? ഒരു മിനിറ്റ്. ഇതല്ലേ ഏറ്റവും വലിയ ചെയിൻ? ഒരു മിനിറ്റ് വേണം. ഓക്കെ, CH, ഒരു മിനിറ്റ്, ഞാൻ അതൊന്നുകൂടെ എഴുതാം. CH3 CH2 ഓക്കെ അല്ലേ? CH2 CH3 ഓക്കെ. ഞാൻ പറഞ്ഞു കൂട്ട് തന്നെ 1 2 3 4 5 6. അപ്പം ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. അതിനെ മെയിൻ ചെയിനായിട്ട് എടുക്കുക. നോക്കാം. അപ്പോൾ ഒന്ന് നോക്കിയേ, 1 2 3 4 4 5 6 വരും. 6 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എന്താ? അത് ഹെക്സെയിനാണ്. സെറ്റാണോ? ഇനി ഇതാണ് വലിയ ചെയിൻ ആണെങ്കിൽ ബ്രാഞ്ച് ഇവനല്ലേ ശാഖ. നമുക്ക് ലെഫ്റ്റിൽ നിന്ന് എണ്ണാം. 1 2 3 4 5 6. റൈറ്റിൽ നിന്ന് 1 2 3 4 5 6. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ 4ാമത്തെ പൊസിഷൻ.
റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ മൂന്നാമത്തെ പൊസിഷൻ നോക്കി 1 2 3 കണ്ടോ അവിടെ അല്ലേ ബ്രാഞ്ച് വരിക. അപ്പോൾ ഏറ്റവും ചെറിയ പൊസിഷൻ 4 ആണോ 3 ആണോ 3 വരും. ഇവിടെ CH3 അല്ലേ, CH3 എന്താ മീതൈൽ അല്ലേ, അപ്പോൾ എന്താ മീതൈൽ എന്ന് വരും അല്ലേ. അപ്പോൾ എന്താ ഇതിൻ്റെ പേര് ഒന്ന് പറഞ്ഞേ. 3 ആദ്യം പൊസിഷൻ പറയുക 3 അല്ലേ, മീതൈൽ ഹെക്സേൻ എന്ന് വരും. കണ്ടോ 3 മീതൈൽ ഹെക്സേൻ എന്ന് വരും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പം നമുക്കപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേര് നമുക്ക് നോക്കിയാലോ ഒന്ന് പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നതാണ്, പഠിക്കുക നോക്കാം. അപ്പോൾ 1 2 3 4 5 നേരെ എണ്ണുമ്പോൾ 5 വരും. അപ്പം ബ്രാഞ്ച് ഇത് 1 2 3 4 5 ഇങ്ങനെ എണ്ണുമ്പോഴും വലുത് 5 വരും. അപ്പം ബ്രാഞ്ച് ഇത് ഞാൻ നേരെയുള്ള ഇതെടുക്കുവാണ്. ഓക്കെ, അപ്പോൾ എന്താ ഒന്ന് എണ്ണിക്ക് 1 2 3 4 5 5 അതിൻ്റെ പേരെന്ത് വരും? പെൻഡെന്ന് വരും. 5 പെൻഡേൻ എന്ന അവസാനം വരും. 5 ആകുമ്പോൾ പെൻഡേൻ എന്ന അവസാനം വരും. ഇനി നമുക്കറിയാം ഇതാണ് വലിയ ചെയിൻ ആണെങ്കിൽ ഇവനല്ലയോ ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ ഇവിടെ നിന്ന് 1 2 3 4 5 ഇവിടെ നിന്ന് 1 2 3 4 5 ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ 4ാമത്തെ പൊസിഷൻ, റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 2ാമത്തെ പൊസിഷൻ. അപ്പോൾ ഏതാ ചെറിയ പൊസിഷൻ? 2 ആയതുകൊണ്ട് 2 കൊടുക്കാം. CH3 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു മീതൈല. അപ്പം മീതൈലെന്ന് ബ്രാഞ്ച് മീതൈലാണ്. അപ്പോൾ ആദ്യം എന്താണ് ബ്രാഞ്ചിൻ്റെ പൊസിഷൻ 2 കൊടുത്തു, ബ്രാഞ്ചിൻ്റെ പേര് മീതൈലെന്ന് കൊടുത്തു, പെൻഡേൻ. ക്ലിയർ ആണോ? 2 മീതൈൽ പെൻഡേൻ. നമുക്കിത് നോക്കാം. നിങ്ങൾ പറ ഇതാണ് ഒന്നാമത്തെ കോമ്പൗണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഒന്നാമത്തെ കോമ്പൗണ്ട്. നിങ്ങൾ പറ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ഇങ്ങനെ 1 2 3 4 5 6 ഓക്കെ ആണല്ലോ. ഇങ്ങനെ 1 2 3 വരൂല. ഓക്കെ, ഇങ്ങനെ 1 2 3 4 5 6. അപ്പോൾ ഇങ്ങനെ എണ്ണിയാലും 6 ആണ്. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ ചോദിച്ചാൽ അത് 6 എന്ന് കിട്ടും. നോക്കാം. നെയിം ഓഫ് ബ്രാഞ്ച്. അപ്പോൾ ഇതാണ് വലിയ ചെയിനാങ്കിൽ ബ്രാഞ്ച് എന്താണ്? ഇതല്ലേ മീതൈൽ. CH3 ആണ് ബ്രാഞ്ച് മീതൈൽ. ബ്രാഞ്ചിൻ്റെ പൊസിഷൻ ഒന്ന് പറയാവോ? ഇവിടെ നിന്ന് 1 2 അല്ലേ 3 4 5 6. ഇവിടെ നിന്ന് 1 2 3 4 5 6. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ 2ഉം റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 5ഉമാണ്. നോക്കിയേ, ഇപ്പോൾ ഏറ്റവും ചെറിയ പൊസിഷൻ 2 ആണ്. അപ്പോൾ IUPAC നെയിം എന്ത് വരും? ഞാൻ IUPAC നെയിം ഇങ്ങോട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ IUPAC നെയിം എന്ത് വരും? ഒന്നാമത്തെ IUPAC നെയിം എന്ത് വരും ഒന്ന് പറഞ്ഞ് നിങ്ങൾ. 2ാമത്തെ പൊസിഷനിൽ എന്ത് വന്നു? മീതൈൽ വന്നു. അപ്പോൾ എന്താ 2ാമത്തെ പൊസിഷനിൽ എന്ത് വന്നു? മീതൈൽ വന്നില്ലയോ? എത്ര കാർബൺ ആറ്റം? 6 ആയതുകൊണ്ട് ഹെക്സേൻ. ക്ലിയർ ആണോ? ഒന്നാമത്തെ പേര് 2 മീതൈൽ ഹെക്സേൻ എന്ന് വരും. രണ്ടാമത്തെ നോക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചേ. 1 2 3 4 ഏറ്റവും വലിയ ചെയിനാണ്. 1 2 3 4. ഓക്കെ, 1 2 3 4 എങ്ങനെ വേണമെങ്കിലും എണ്ണാം. ഏറ്റവും വലിയ ചെയിൻ. അപ്പം നമുക്കറിയാം 1 2 3 4 ഇത് വലിയ ചെയിനായിട്ട് നമുക്ക് എടുക്കാം. വേണമെങ്കിൽ ഇത് വലിയ ചെയിനായിട്ട് എടുക്കാം. അപ്പം ഞാൻ ഇത് വലിയ ചെയിനായിട്ട് എടുക്കുമ്പോൾ നോക്കിയേ 1 2 3 4 4 ലോങ്ങസ്റ്റ് ചെയിൻ. ബ്രാഞ്ച് ഇവൻ അല്ലേ. അപ്പം CH3 അല്ലേ മക്കളെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ലെഫ്റ്റിൽ നോക്കുക. 1
2 3 4 റൈറ്റ് ചെയ്യുന്നു 1 2 3 4. ഇനി പറ ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ ഇവനാണ് ബ്രാഞ്ച്. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ 3ാമത്തെ പൊസിഷനും റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 2ാമത്തെ പൊസിഷനും. അപ്പോൾ ഏറ്റവും ചെറുതാണ് 2 എന്ന് എഴുതും. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? 2ാമത്തെ പൊസിഷനിൽ CH3 വന്നു. 2ാമത്തെ പൊസിഷനിൽ എന്ത് വന്നു? CH3 വന്നു. 2ാമത്തെ പൊസിഷൻ എന്ത് വന്നു? മീത്തൈൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര കാർബൺ ആറ്റമാണ്? 4 കാർബൺ ആറ്റം ആണെങ്കിൽ അതിൻ്റെ പേര് ബ്യൂട്ടേൻ എന്ന് വരും. എന്താണ്? ബ്യൂട്ടേൻ. അപ്പോൾ എന്താ? 2 മീഥൈൽ ബ്യൂട്ടേൻ, 2 മീഥൈൽ ബ്യൂട്ടേൻ, 2 മീഥൈൽ ബ്യൂട്ടേൻ എന്ന് ഒരേ പൊളിക്ക് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ഓക്കെ, ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിച്ചോണേ. ഓക്കെ, അടുത്തത് നോക്കിയേ. 1 ഇതാണ്, അടുത്ത ഇതാണ്. ഇതിൽ ഏറ്റവും വലിയ ചെയിൻ ഒന്ന് പറയാമോ എല്ലാവർക്കും? നോക്കി 1 2 3 4 5 നേരെ എണ്ണുമ്പോൾ 5 ഉള്ളു. 1 2 3 4 5 6. ഒന്ന് പറഞ്ഞേ, ഇതല്ലേ ഏറ്റവും വലിയ ചെയിൻ? ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഏത് ചെയിനാണോ വരുന്നത് അതാണ് ഏറ്റവും വലിയ ചെയിൻ. 1 2 3 4 5 6 ആണ് ഏറ്റവും വലിയ ചെയിനിൻ്റെ അകത്ത് 6 കാർബൺ ആറ്റം. ഇതാണ് ഏറ്റവും വലിയ ചെയിൻ ആണെങ്കിൽ ഇതാണ് ബ്രാഞ്ച്. അപ്പോൾ എന്ത് വരും? CH3 ആണ് ബ്രാഞ്ച്. ഓക്കെ, CH3 ആണ് ബ്രാഞ്ച്. ഇനി ബ്രാഞ്ചിൻ്റെ പൊസിഷൻ ഒന്ന് പറഞ്ഞ് ലെഫ്റ്റിൽ നിന്ന് എണ്ണാം. ഓക്കെ, ഇവിടെ നിന്ന് ഇത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എണ്ണാം. ലെഫ്റ്റിൽ നിന്ന് എണ്ണാൻ പോകാം. നോക്കി 1 2 3 4 5 6 എന്ന് വരും. ഇങ്ങനെ എണ്ണുമ്പോൾ എത്രാമത്തെ പൊസിഷൻ? 3ാമത്തെ പൊസിഷനാണ് ബ്രാഞ്ച് വരുന്നത്. ഇതാ ബ്രാഞ്ച്, കണ്ട 3ാമത്തെ. തിരിച്ചെണ്ണം നോക്കി 1 2 3 4ാമത്തെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നിന്ന് 1 2 3 4 5 6. ഇവിടെ നിന്ന് 1 2 3 4 5 6. കണ്ട, ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 3ാമത്തെയും ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 5ാമത്തെയും. അപ്പോൾ ഏറ്റവും ചെറുത് 3 ആണ്. 3. അപ്പോൾ അതിൻ്റെ പേരെന്താ? 3. 3ാമത്തേൻ്റെ പേര് പഠിച്ചോ? 3 മീഥൈൽ. 6 ആയതുകൊണ്ട് ഹെക്സേൻ എന്ന് വരും. ഓക്കെ, 3 മീഥൈൽ ഹെക്സേൻ എന്ന് വരും. 3 മീഥൈൽ ഹെക്സേൻ എന്ന് വരും. അടുത്ത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് നോക്കാം. പറഞ്ഞു ഇവിടെ ഏറ്റവും വലിയ ചെയിൻ പറഞ്ഞു. നിങ്ങൾ പറ. 1 2 3 4 5 നേരെ എണ്ണുമ്പോൾ 5 വരും. എണ്ണാൻ അറിയാമല്ലോ കുഞ്ഞുങ്ങളെ. 1 2 3 4 5. ഇത് 5 വരും. ഇവിടെ നിന്ന് ഇങ്ങനെ എണ്ണുമ്പോൾ 1 2 3 4 5. ഇങ്ങനെ എണ്ണുമ്പോൾ 5 വരും. ഇങ്ങനെ എണ്ണുമ്പോഴും 5 വരും. അല്ലേ? അപ്പം ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. ഞാൻ ഇതായിട്ട് എടുക്കും 5 എണ്ണം. ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5. അപ്പോൾ ഇതല്ലേ ബ്രാഞ്ച്? അപ്പോൾ 5 ആണ് ഏറ്റവും വലിയ ചെയിൻ. ബ്രാഞ്ച് എന്താ ഒന്ന് പറഞ്ഞേ. ഇവിടെ നോക്കിയേ, CH2 CH3 ആണ് ബ്രാഞ്ച്. എന്ന് വെച്ചാൽ ഈ തൈല 2 കാർബൺ ആറ്റം ഉണ്ട് ബ്രാഞ്ചിൽ. CH2 CH3 അപ്പോൾ ഈ തൈല എന്താ? CH2 CH3 ആണ് ബ്രാഞ്ച്. അപ്പോൾ ഈ തൈല എത്ര? അതിൻ്റെ പൊസിഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ബ്രാഞ്ച് എന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതാണ് ബ്രാഞ്ച് എന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി ലെഫ്റ്റിൽ നിന്ന് എണ്ണുക. പറഞ്ഞേ. ഓക്കെ, ഇവിടെ നിന്ന് 1 2 3 4 5. ഇവിടെ നിന്ന് 1 2 3 4 5. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ 3ാമത്തെ പൊസിഷൻ, റൈറ്റിൽ നിന്ന് എണ്ണുമ്പോഴും 3ാമത്തെ പൊസിഷൻ. അപ്പം പൊസിഷൻ്റെ പേര് നമ്പർ 3 ആണ്. അപ്പം പേരെന്താ? 4ാമത്തിൻ്റെ പേര് പറ. 3 മീഥൈൽ അല്ല, 2 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ഈഥൈൽ. എത്ര കാർബൺ ആറ്റം? 5 പെൻറ്റേൻ. മനസ്സിലായോ എല്ലാവർക്കും? ഒരു ശാഖയുള്ള ഇപ്പം നമ്മൾ പഠിച്ചത് എന്താ? ഒരു ശാഖയുള്ള ആൽക്കേൻ്റെ നാമകരണമാണ് നമ്മൾ പഠിച്ചത്. ഒരു ശാഖയുള്ള ആൽക്കേൻ്റെ നാമകരണം ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ എന്താ? നമുക്ക് ഒന്നിലധികം ശാഖയുള്ള ആൽക്കേൻ്റെ നാമകരണം പഠിക്കാം. കുറച്ച് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒന്നിലധികം ശാഖയുള്ള
ആൽക്കൈൻ്റെ ഇപ്പോൾ ഒരെണ്ണം ഒന്നെങ്കിൽ മീതേൽ മാത്രം അല്ലെങ്കിൽ ഈതേൽ മാത്രം ഒരെണ്ണേ വന്നു ഒരു മീതേൽ അല്ലെങ്കിൽ ഒരു ഈതേൽ മാത്രം അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത എന്താ, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരികയാണെങ്കിൽ എങ്ങനെ പഠിക്കാൻ പറ്റും എന്നാണ് അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.